ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ 2024 വാർഷിക പരീക്ഷ ദുറൂസുൽ ഇസ്ലാം 11ാമത്തെ ചാപ്റ്റർ മുതൽ 20ാമത്തെ ചാപ്റ്റർ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുറൂസുൽ ഇസ്ലാം 2 എന്ന ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ് വന്നത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കഅബ പുനർനിർമ്മിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? 35 വയസ്സാണ്. 35 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയുടെ പുനർനിർമ്മാണത്തിൽ. അടുത്ത ചോദ്യം എന്താണ്? തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടു. ആർക്കായിരുന്നു തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടത്? റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹുവിനാണ്. റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു. നമുക്ക് അത് ടിക്ക് ചെയ്യാം. നമ്മളെ 13ാമത്തെ പാഠം നാറുൻ ഹാമിയ എന്ന പാഠത്തിൽ റബീഉബ്നു ഹുസൈം റളിയല്ലാഹു അൻഹും സുഹൃത്തുക്കൾ നടക്കാനിറങ്ങി. അപ്പോൾ ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ ഇരുമ്പ് ദണ്ട് അടുപ്പിൽ വെച്ച് തീ ശക്തിയായി കത്തിക്കുന്നു. അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പറന്നു പൊങ്ങി. ഇത് കണ്ടതും റബീഉബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണു. നരകത്തെക്കുറിച്ച് ഓർത്താണ് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടത്. മനസ്സിലാക്കാം. അടുത്ത എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളാണുള്ളത്? 7 ആയത്തുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പാഠം പഠിച്ചിരുന്നു. അതിൽ ഫാത്തിഹയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ബിസ്മി ഒരായത്താണ്. ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മി. അതടക്കമാണ് 7. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ലിക്കാഹ്, അല്ലാഹു തആലയെ കാണുക എന്നതാണ്. അല്ലാഹു തആലയുടെ ലിക്കാഹ്, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് 25 വയസ്സായിരുന്നു. ഖദീജ ബീവിക്ക് എത്രയായിരുന്നു? 40 വയസ്സുമായിരുന്നു. 40 വയസ്സും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സുമാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഇവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ആരുമായിട്ടാണ് കൂട്ടുകൂടാൻ പാടില്ലാത്തത്? അത്യാഗ്രഹികളുമായി കൂട്ടുകൂടരുത്. അവിടെ കൂട്ടിന് തെരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളെ 18ാമത്തെ പാഠത്തിൽ മിർഅത്തുൽ മുഅ്മിനീൻ എന്ന പാഠത്തിൽ. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. ഇത് പറഞ്ഞത് ആരായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ സൂറത്തുമായി ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇഖ്റ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഓടി നടന്ന യുദ്ധം ഏത് യുദ്ധത്തിലായിരുന്നു? യർമൂക്ക് യുദ്ധഭൂമിയിലാണ്. യർമൂക്ക് യുദ്ധഭൂമിയിലാണ് ഹുദൈഫ വെള്ളപ്പാത്രവുമായി ഓടി നടന്നത്. അവിടെ യർമൂക്ക് യുദ്ധഭൂമിയിലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ആദ്യം പോകുന്നു. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലേക്ക് നോക്കി. അത് കണ്ട ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്രിമക്ക് വെള്ളം കൊടുക്കാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അയ്യാസ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, വെള്ളം അയ്യാസിന് കൊടുക്കാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായ അയ്യാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അയ്യാസ് റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. തിരിച്ച് ഹുദൈഫ ഇക്രിമയുടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹവും വഫാത്തായി. പിന്നെ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തിയപ്പോഴും അദ്ദേഹം വഫാത്തായി. നമ്മളത് ഓർഡറിൽ മനസ്സിലാക്കി വെക്കുക. വെള്ളപ്പാത്രവുമായി ഹുദൈഫ റളിയല്ലാഹു അൻഹു ആദ്യം ആരുടെ അടുത്താണ് പോയത്? ആദ്യം ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്. ഹാരിസ റളിയല്ലാഹു അൻഹു വെള്ളം കൊടുക്കാൻ കൽപ്പിച്ചത് ആർക്കാണ്? ഹാരിസ റളിയല്ലാഹു അൻഹു ഇക്രിമക്ക് വെള്ളം കൊടുക്കാൻ കൽപ്പിക്കുന്നു. ഇക്രിമ അയ്യാസ് റളിയല്ലാഹു അൻഹുക്കും.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? കുരുവിയെ പോലുള്ള ഒരു പക്ഷി. അതിൻ്റെ അറബി ഇവിടുന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്താനാണ്. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ്. ഹുമറയാണ് കുരുവിയെ പോലുള്ള ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് 20ാമത്തെ പാഠം വന്നിരുന്നു, അതിൽ നിന്നാണ് ഇത് വന്നത്. അപ്പോൾ അറബി പാഠത്തു നിന്നാണ് നമുക്ക് ഇതുപോലുള്ള അറബി മീനിങ് വരിക, ഇതുപോലെ എഴുതാൻ വരിക. അപ്പോൾ അറബി പാഠത്തിൻ്റെ ഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലുള്ള ഒന്നെങ്കിൽ അറബി തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ തരും, അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് ഇതുപോലെ അറബി ടിക്ക് ചെയ്യാൻ തരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അത്തബ്യൂ ഹാദിഹീലി. ഇത് ചോദിച്ചതാര്? അത്തബ്യൂ ഹാദിഹീലി. ഇതാ ചോദിച്ചതാരാണ്? എന്താണ്? അത്തബ്യൂ ഹാദിഹീലി. ഇതാരാ പറഞ്ഞത്? ഇത് ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരോടാണ് ചോദിച്ചത്? അറാബിയോടാണ്. അറാബിയോട് അത്തബ്യൂ ഹാദിഹീലി, ഇതിനെ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കലാമുൽ ലബി എന്ന പാഠഭാഗം പഠിച്ചിരുന്നു. ഒരു മാനിനെ കെട്ടിയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാന് പരാതി പറയുന്നു, എനിക്ക് 2 കുട്ടികളുണ്ട്, ഞാൻ പോയി അവർക്ക് പാല് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അയച്ചു വിടുന്നു. അത് പാല് കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ അറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ്, ഇതിനെ എനിക്ക് വിൽക്കുമോ എന്ന്. അപ്പോൾ അറാബി എന്താ മറുപടി പറഞ്ഞത്? ഹിയ ലക യാ റസൂലുള്ളാ, ഇത് അങ്ങേക്കുള്ളതാണ്, ഇത് അങ്ങേക്കുള്ളതാണ് എന്ന് അറാബി പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഹിയ ലക യാ റസൂലുള്ളാ, ഇത് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അറാബി എന്ന് നമുക്ക് ടിക്ക് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ അതിൻ്റെ തദ്രിബാത്തിൽ വന്ന മീനിങ്സ് പഠിക്കുക. പെൺമാൻ എന്നതിൻ്റെ അറബി ലൊബിയത്തുൻ. പെൺമാൻ എന്നത് ലൊബിയത്തുൻ എന്നാണ്. കെട്ടിയിട്ട ദൂതത്തുൻ. അതൊക്കെ മീനിങ്സ് ഒക്കെ പഠിക്കുക. അടുത്ത എന്താണ്? നമുക്ക് ചേരുംപടി ചേർക്കാനാണ് വന്നത്. ചേരുംപടി ചേർക്കാൻ എന്താണ്? നരകം ഇവർക്കുള്ള വീടാണ്. ആർക്കുള്ളതാണ് നരകം? തിന്മ ചെയ്യുന്നവർക്കുള്ളതാണ് നരകം. അപ്പം അതിൻ്റെ ബി നമുക്ക് എഴുതാം. ഒരു കെട്ടിടം പോലെയാണ് ആര്? സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. പ്രകാശിക്കുന്ന മെമ്പറുകൾ ലഭിക്കുന്നവർ ആർക്കാണ്? നല്ല സുഹൃത്തുക്കൾക്ക് പ്രകാശിക്കുന്ന മെമ്പറ ലഭിക്കും. അപ്പോൾ അതിൻ്റെ എഴുതാം. ആദ്യമായി മലക്കുകളാണ് കഴബ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചത് ഡാഷ് 27 രാത്രിയായിരുന്നു. എന്താണ്? റമദാൻ 27 തിങ്കളാഴ്ച രാത്രിയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റമദാൻ എന്നത് നമുക്കിവിടെ എഴുതാം. അടുത്തതാ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്താണ്? ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. യൗമുദ്ദീൻ എന്നാൽ ഡാഷ് നൽകുന്ന ദിവസമാണ്. എന്താണ്? പ്രതിഫലം നൽകുന്ന ദിവസം. ഫാത്തിഹയിലെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ യൗമുദ്ദീൻ എന്നത് പ്രതിഫലം നൽകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വന്നത്. അടുത്തതാ, സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. നരകത്തിലുള്ളവരുടെ ഭക്ഷണം ഡാഷ് മുള്ളാണ്. എന്താണ്? വിഷച്ചെടിയുടെ മുള്ളാണ് നരകത്തിലുള്ള ഭക്ഷണം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. കഅബയുടെ പുനർനിർമ്മാണ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ജോലി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ല് ചുമക്കുന്ന ജോലിയായിരുന്നു. കല്ല് ചുമക്കലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി. ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേര് ഹുവൈലിദിൻ്റെ മകളാണ് ഖദീജ ബീവി. ഹുവൈലിദിൻ്റെ മകള്. അപ്പോൾ അവിടെ ഹുവൈലിദ് എന്ന് എഴുതാം.
അടുത്തതാ, സ്നേഹിതൻ നന്മ ചെയ്താൽ നാം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അവരെ പ്രശംസിക്കണം. അടുത്ത്, ദുഃഖമില്ല സന്തോഷം മാത്രം. എവിടെയാണ്? സ്വർഗം. ദുഃഖമില്ല, അവിടെ സന്തോഷം മാത്രം. നരകത്തിൽ എന്താ പറഞ്ഞത്? നരകത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, സന്തോഷമില്ല. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ, ആശ്വാസമില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം. എവിടെ? സ്വർഗത്തിൽ. ഭയമില്ല, സമാധാനം മാത്രം. രോഗമില്ല, ആരോഗ്യം മാത്രം. മരണമില്ല, ശാശ്വതമായ ജീവിതം മാത്രം. അതൊക്കെയാണ് സ്വർഗത്തിലുള്ളത്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഉറുമ്പ് എന്നതിൻ്റെ അറബി പദമേത്? നംലു എന്നാണ് ഉറുമ്പ് എന്നതിൻ്റെ. അപ്പോൾ അത് അറബി ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനെയുള്ള അർത്ഥം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് ആണ് വന്നത്. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ നെസ്തൂറ പറഞ്ഞത് എന്ത്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ കച്ചവടച്ചരക്കുമായി 25 വയസ്സ് പ്രായമുള്ളപ്പോൾ സിറിയയിലേക്ക് പോയി. യാത്രാമധ്യേ മൈസറത്ത് പല അത്ഭുതങ്ങളും കണ്ടു. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാഠത്തിൽ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതോടെ എന്താണ്? മേഘം തണൽ വിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുകളിൽ. യാത്രക്കിടയിൽ ഞങ്ങളൊരു മരച്ചുവട്ടിൽ ഇരുന്നു. അപ്പോൾ നെസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെയാണ്. നെസ്തൂറ പറഞ്ഞത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ നെസ്തൂറ പറഞ്ഞത്, ഈ മരച്ചുവട്ടിലിരിക്കുന്നത് പ്രവാചകൻ തന്നെ എന്നാണ് നെസ്തൂറ പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ പറഞ്ഞിരുന്നു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നമ്മൾ 13ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. അടുത്ത എന്താണ് ഹിജ്ർ ഇസ്മായിൽ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എന്താണ് ഹിജ്ർ ഇസ്മായിൽ? എന്താണ്? കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ പുനർനിർമ്മിക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയാതിരുന്നതിനാൽ അല്പം ഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി തീർക്കുകയായിരുന്നു. വളച്ചു കെട്ടിയ ഭാഗത്തിനാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും എഴുതാനൊന്നും ഇവിടെ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? കഅബയിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ വളച്ചു കെട്ടിയ ഭാഗത്തിനാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാം. അടുത്ത ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഫാത്തിഹയിൽ നിന്നാണ്. ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൽ തദ്രിബാത്തിൽ നെക്റവു നഫമു എന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അത് എഴുതാം. അടുത്ത ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനാണ്. എന്താണ്? സ്നേഹിതന്മാർ എന്നതിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതണം. 18ാമത്തെ ചാപ്റ്റർ സ്നേഹിതന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ എന്തൊക്കെ എഴുതാം നമുക്ക്? സ്നേഹിതന്മാർ എന്നതിനെ കുറിച്ചിട്ട് ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം നമ്മുടെ കൂട്ടുകാർ. ഈമാനും തഖ്വയുമുള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം നമുക്ക്. പിന്നെ അവിടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് നിരവധി കടമകൾ പറയുന്നുണ്ട്. അതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ അത് മുഴുവനും എഴുതി വെക്കുക. എന്തൊക്കെയാണ്? സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം നൽകുക, അവന് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, സ്നേഹം അറിയിക്കുകയും നന്മയ്ക്ക് പ്രശംസിക്കുകയും ചെയ്യുക, ഉപകാരത്തിന് നന്ദി പറയുക,
അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക, ജീവിതകാലത്തും മരണാനന്തരവും അവന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹബന്ധം നിലനിർത്തുക, മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക, അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. അതൊക്കെ കൂട്ടുകാരോടുള്ള കടമകളാണ്. അതിൽ 8 എണ്ണമാണ് പാഠത്ത് പറയുന്നത്. അപ്പോൾ 8 എണ്ണം മനസ്സിലാക്കുക. കൂട്ടുകാരോടുള്ള കടമകൾ എത്ര? 8 എണ്ണം മനസ്സിലാക്കുക. ഇവിടെ സ്നേഹിതന്മാരെ കുറിച്ചിട്ടാണ് വന്നത്. അതുപോലെ നമുക്ക് ഓരോ പാഠത്തിലും അതിൻ്റെ തദ്രിബാത്തിൽ വരും. ഗണ്ണിക എഴുതുക എന്ന് പറഞ്ഞിട്ട് ഓരോ പാഠത്തെ ആസ്പദമാക്കിയിട്ടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. സ്വർഗത്തിൽ ലഭിക്കും എന്തെല്ലാം, അതിനെക്കുറിച്ച് എഴുതാമെന്ന സ്വർഗത്തിൻ്റെ പാഠത്തു നിന്ന് മനസ്സിലാക്കി എഴുതുക. നരകത്തിൽ ലഭിക്കുന്നത് എന്ത്, അത് നരകത്തിൻ്റെ നാറുൻ ഹാമിയ എന്ന പാഠത്തിൽ അത് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ ഓരോ പാഠത്തെയും ആസ്പദമാക്കിയിട്ട് എഴുതാൻ വരും. കഅബയുടെ പുനർനിർമ്മാണ സമയത്ത് ഗോത്രങ്ങൾക്കിടയിലുണ്ടായ തർക്കം, ഹിജ്ർ ഇസ്മായിൽ, അതൊക്കെ ആ പാഠത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. സത്യവിശ്വാസികൾ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ 14-ാമത്തെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാൻ വന്നാൽ എഴുതണം. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങളെല്ലാം പനിച്ചും ഉറക്കമൊഴിച്ചും പ്രയാസത്തിൽ പങ്കുചേരുന്നു. സത്യവിശ്വാസിയാവുകയില്ല ആര്? തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അപ്പം അത് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് പഠിക്കുക. യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളപ്പാത്രവുമായി ഓടി നടന്നത് ആരായിരുന്നു? ഹുദൈഫ റളിയല്ലാഹു അൻഹു. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ലൊരിയ്. ലൊരിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷച്ചെടിയുടെ മുള്ള്, ലൊരിയ്. അപ്പം അത് ഒക്കെ മനസ്സിലാക്കി ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് പഠിക്കുക. നാറുൻ ഹാമിയ നേരത്തെ പറഞ്ഞു. റബീഅ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതാൻ വന്നാൽ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ട ആ സംഭവം അവിടെ എഴുതി വെക്കുക. മൈസറത്ത് കണ്ട അത്ഭുതങ്ങൾ വന്ന് ഖദീജ ബീവിയോട് പറയുന്നുണ്ട്. ഖദീജ ബീവിയെ ആദ്യം വിവാഹം ചെയ്തത് ഉത്തയ്യക്കായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അബൂ ഹാലത്ത് വിവാഹം ചെയ്തു. അധികം താമസിയാതെ അദ്ദേഹവും മരിച്ചു. ഈ 2 വിവാഹത്തിലായിട്ട് 5 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന പാഠത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഇനി ഇതിൽ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മുൻപ് ചെയ്ത ചോദ്യപേപ്പറിൻ്റെ കൂടെ റിവിഷനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തി കാണുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അല്ലാഹു തആല എല്ലാവരെയും പഠിച്ചതനുസരിച്ച് പരീക്ഷ എഴുതാനും ഉയർന്ന മാർക്ക് നേടാനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.